ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പഴം പൊരിക്കണ ഇത് ഞാൻ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഴം പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ഈ പഴം ഫുള്ള് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കട്ടിയൊന്ന് ഗ്യാസ് സേഫ്റ്റി എപ്പോഴും നമ്മൾ ഗ്യാസ് ഒന്ന് തുറന്ന് ചെറിയ തീയിൽ വേണം നമ്മൾ സ്ഥലം വെച്ച് നമ്മൾ പഴത്തിൻ്റെ തൊട്ട് പഴം ഇവിടെ വെച്ച് കട്ടൻ ചായ പഴമാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. കട്ടൻ ചായ പിന്നെ ഇത് ഞാൻ നെയ്യിലാണ് പൊരിക്കുന്നത്. നെയ്യിൽ എനിക്ക് ഇതിനെ പറ്റിയൊരു ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിലെല്ലാവർക്കും ഒന്ന് വിളിച്ചു വെച്ചു. അത് ആക്കേച്ചിക്ക് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ചട്ടി ചൂടാകുമ്പോഴാണ് ഇത് പൊരിക്കേണ്ടത്. ഒരു സ്പൂൺ വണ്ടിയാണ് എൻ്റെ അഭിപ്രായം. സ്പൂൺ ഈ നെയ്യ് ഇതാ നെയ്യ് കുറച്ച് വെച്ച് അല്പം നെയ്യ് എടുക്കുക. അല്പം നെയ്യ് വെച്ച് കുറച്ചുകൂടെ നെയ്യ് വേണ്ടി വരുന്ന തോന്നുന്നു. കുറച്ചുകൂടെ നെയ്യ് ഇതിൽ നമ്മൾ വെച്ച് ഇനി നമ്മൾ ഒരു പഴം എടുത്തിട്ട് വേറെ പഴം എടുത്തു ഇതതിൽ വെച്ചു. ഒരു പഴം വെച്ച് രണ്ടാമത്തെ പഴം ഇവിടെ വെച്ചു. നല്ല ചായ കടി കുടിക്കണം. എന്നാലും വല്ലാതെ ശരിയായിട്ട് വരുന്നില്ല തോന്നുന്നു. എന്താ നമ്മളമ്മമാരും വീട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നൊക്കെ സെറ്റാവുന്നില്ല തോന്നുന്നു. കോലം കെട്ടുകൊണ്ടല്ലേ നമ്മളിത് ആദ്യമായിട്ടേ കരം അത് ശരിയാക്കാൻ കഴിയുന്നുണ്ടോ? ഇനി ഇരിക്കണേ തന്നെ കിട്ടും. ഇപ്പോൾ വേറെ 2 പാത്രം കിടക്കുന്നുണ്ടല്ലോ. ഈ കരിഞ്ഞതും എന്താണ് ശ്രദ്ധിക്കാൻ കിട്ടും. ഇതൊന്ന് മാറ്റിവെക്കാം. എന്താ ചിലത് കിട്ടുന്നില്ല. ഇവിടെ ശരിയായിട്ടില്ല കളറ്. പച്ച കരിഞ്ഞിട്ട് ഒന്ന് പച്ച കരിഞ്ഞിട്ടോ അങ്ങനെ കുഴപ്പമില്ല. അതുപോലെ അപ്പോൾ ലാസ്റ്റ് ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസ് ഓഫാക്കാം. ഓഫാക്കി ലാസ്റ്റ് ഗ്യാസിൻ്റെ കുറ്റി ഉണ്ടല്ലോ, ഇതൊരു സേഫ്റ്റിയാണ്. ഈ സേഫ്റ്റിയിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഗ്യാസിൻ്റെ കുറ്റീൻ്റെ ഈ ഇവിടുത്തെ സാധനം ഓഫാക്കാം. കേട്ടോ, ഇത് ഓഫാക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാസിൻ്റെ കുറ്റിയും ഗ്യാസും ഓഫാക്കുക. ആണോ, ഇപ്പോൾ ഇത് കഴിഞ്ഞു. എല്ലാം കഴിയാം. എല്ലാം സേഫ്റ്റി വേണം. ഫുഡ് നമുക്ക് ഉള്ളതിനനുസരിച്ച് ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ അടുത്ത വീഡിയോക്ക് എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, ബൈ.